നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ രണ്ടാം വരവിൽ ഞെട്ടിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൈ നിറയെ സിനിമകളുമായി കത്തി നിന്നപ്പോൾ വിവാഹം കഴിച്ച സിനിമ വിട്ട താരത്തിന് രണ്ടാം വരവിലും കൈ നിറയെ സിനിമകളാണ്. അതും മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും നിരവധി സിനിമകളുണ്ട്. നിരവധി പരസ്യങ്ങളിലും നടിയെ തേടി എത്തുന്നുമുണ്ട്. പല ബ്രാൻഡുകളുടെയും മുഖം കൂടിയാണ് ഇന്ന് മഞ്ജു. മലയാളത്തിന്റെ പ്രിയ താരം കാവ്യ മാധവനും രണ്ടാം വരവിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. നായികയായിട്ടല്ല, സംരംഭകയായിട്ടാണെന്ന് മാത്രം. നടൻ ദിലീപുമായി വിവാഹിതയാകുന്നതിന് മുൻപ് തന്നെയാണ് സംരംഭകയുടെ റോള് കാവ്യ മാധവൻ ഏറ്റെടുക്കുന്നത്. എന്നാൽ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നതിന് ശേഷം ആ റോളിൽ കാവ്യ സജീവമാവുകയായിരുന്നു. തന്റെ വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയുടെ സ്ഥിരം മോഡലും കാവ്യ തന്നെയാണ്. വൈവിധ്യമാർന്ന പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളുമായി മിക്ക ദിവസങ്ങളിലും കാവ്യ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രിയ താരത്തെ സിനിമയിൽ കാണാൻ ആയില്ലെങ്കിലും മോഡലായി കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷം കാവ്യയുടെ വീഡിയോകളിലും ഫോട്ടോകളുടെ താഴെയും പ്രേക്ഷകർ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ ലക്ഷ്യയുടെ ഓണം സീരീസുകൾ ഇറക്കി പുതിയ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ നിറയുകയാണ്. കാവ്യയുടെ സൗന്ദര്യത്തിന് അന്നും ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത്. മലയാളത്തിലെ ശാലീന സുന്ദരി ഇമേജ് ഇപ്പോഴും കാവ്യയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് ചില കമന്റുകളും വരുന്നുണ്ട്. അതേസമയം പതിവ് പോലെ തന്നെ കാവ്യയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റും താഴെയായി വരുന്നുണ്ട്. മഞ്ജു വാര്യരെ ബന്ധപ്പെടുത്തിയാണ് കമന്റുകൾ ഏറെയും വരുന്നത്. എന്തൊക്കെ കാണിച്ചാലും കാവ്യയെ ആരും ഇഷ്ടപ്പെടുന്നില്ലെന്നും മഞ്ജു വാര്യരെ ചതിച്ച ആളാണെന്നുമൊക്കെയാണ് കമന്റുകൾ. പാവം മഞ്ജുവിനെ ചതിച്ച ദുഷ്ടത്തി കർമ്മ എന്നൊന്നുണ്ട്. കാണാൻ സുന്ദരി തന്നെ, പക്ഷേ മനസ്സ് അത്ര നല്ലതല്ല. ക്രൂരവനിത ഏതു രൂപത്തിൽ വന്നാലും പഴയ ഇഷ്ടം ഈ സ്ത്രീയോട് തോന്നില്ല. ദിലീപ് കാവ്യ കട്ട ഫാൻ ആയിരുന്നു. എന്നാൽ മഞ്ജു ചേച്ചിയുടെ ജീവിതം തട്ടിയെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത്. കാഴ്ചയ്ക്ക് എങ്ങനെയാണോ അതിനേക്കാൾ ദുഷ്ടയാണ് ഇവരുടെ മനസ്സും ചിന്തയും എന്നൊക്കെയായിരുന്നു അധിക്ഷേപ കമന്റുകൾ. അതേസമയം കാവ്യ മാധവന്റെ ആരാധകരുടെ ഫാൻ പേജിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച കാവ്യയുടെയും മീനാക്ഷിയുടെയും ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന കാവ്യയെ ഫോട്ടോയിൽ കാണാനാകും. ലൈംലൈറ്റിനോടും ഒട്ടും താല്പര്യമില്ലായിരുന്നിട്ടും കാവ്യ മാധവന് വേണ്ടി ലക്ഷ്യയുടെ മോഡലായി മീനൂട്ടി എത്തിയത് പലർക്കും അതിശയമായിരുന്നു. പോസ്റ്റ് വൈറലായതോടെ കാവ്യ മാധവൻ ഫാൻസും മഞ്ജു വാര്യർ ഫാൻസും തമ്മിലുള്ള പതിവ് സൈബർ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം അമ്മയാവില്ല, അത് തന്നെയാണ് അമ്മ. കാവ്യ നല്ല അമ്മ തന്നെ, ദിലീപ് നല്ല അച്ഛനും. ജന്മം കൊടുത്തവർ അത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കർമ്മം കൊണ്ട് മറ്റു ചിലർക്ക് നിറവേറ്റാൻ കഴിയും. അമ്മ എന്തുകൊണ്ട് മകളെ കേസ് കൊടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല? പെറ്റമ്മയ്ക്ക് വേണ്ടായിരുന്നു, പക്ഷെ അതിലും നല്ല അമ്മ ഇപ്പോൾ മീനാക്ഷിക്കുണ്ട് എന്നാണ് കാവ്യയുടെ ആരാധകർ ഫോട്ടോയ്ക്ക് കുറിച്ച വിവിധ കമന്റുകൾ. ഇത് കണ്ടതോടെ മഞ്ജു വാര്യരുടെ ആരാധകരും കളത്തിലിറങ്ങിയിട്ടുണ്ട്. മഞ്ജു നല്ല അമ്മയായതുകൊണ്ടാണ് മീനാക്ഷിക്ക് കാവ്യയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്. മകളെ മനസ്സിലാക്കി, അവളുടെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ കൂടെ വിട്ടില്ലേ? അച്ഛനെ കുറ്റം പറഞ്ഞ് മക്കളെ പിടിച്ചു നിർത്തിയില്ലല്ലോ എന്നാണ് മഞ്ജു വാര്യരെ ആരാധകർ കുറിക്കുന്നത്. എന്നാൽ മക്കളെ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർ ഫോളോ ചെയ്യുകയും എല്ലാ പോസ്റ്റിനും സ്നേഹം അറിയിച്ച് എത്തുകയും ചെയ്യാറുണ്ട്. സ്വകാര്യമായി ഇരുവരും കാണുകയും സംസാരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകാം. സോഷ്യൽ മീഡിയയെ ഭയന്ന് പരസ്യമാക്കുന്നതാകാമെന്നും ചിലർ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധിക കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിക്കുകയായിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ മറന്നു പോകുമായിരുന്നു എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ഇടവേളയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു. പോയതിലും ശക്തിയായിട്ടായിരുന്നു ആ തിരിച്ചുവരവ്. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. വിവാഹശേഷം അഭിനയ ലോകത്തു നിന്നും നൃത്തവേദികളിൽ നിന്നും മഞ്ജു വിട്ടുനിൽക്കുകയായിരുന്നു. കുടുംബിനിയായി കഴിയാനാണ് മഞ്ജുവിന് താല്പര്യമെന്ന് ദിലീപ് അക്കാലത്ത് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള 17 വർഷം നീണ്ട ദാമ്പത്യം 2015 വിവാഹമോചനത്തിൽ അവസാനിപ്പിച്ചു. 1 വർഷത്തിന് ശേഷം കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിക്കുകയായിരുന്നു. ഇന്ന് മഞ്ജു വാര്യർ തന്റെ പഴയ പ്രതാപത്തോടെ സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജു വാര്യരിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന ചോദ്യങ്ങൾ എപ്പോഴും ആരാധകർക്ക് ഉണ്ടാകാറുണ്ട്. 2015 അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. അന്ന് കൗമാരക്കാരിയായിരുന്നു മീനാക്ഷി. മഞ്ജു വാര്യർക്ക് മകളുടെ തീരുമാനത്തിൽ എതിർപ്പൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹമോചനത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനകളിൽ ഇക്കാര്യം മഞ്ജു പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു.
നിലവിൽ തെന്നിന്ത്യൻ സിനിമകളിലെ മുൻനിര നായികയായി തിളങ്ങുകയാണ്. ദിലീപ് തന്റെ സിനിമകളുമായി സജീവമാണ്. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ശ്രദ്ധേയമായ സല്ലാപം എന്ന സിനിമയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് മനോജ് കെ ജയൻ പങ്കുവച്ച സിനിമയുടെ പോസ്റ്റർ മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചതും ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. ഇതുപോലെ തന്നെ മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജു വാര്യരിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന ചോദ്യങ്ങളും എപ്പോഴും ആരാധകർക്ക് ഉണ്ടാകാറുണ്ട്. 2015-ൽ അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. അന്ന് കൗമാരക്കാരിയാണ് മീനാക്ഷി. മഞ്ജു വാര്യർക്ക് മകളുടെ തീരുമാനത്തിൽ എതിർപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹമോചനത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനകളിൽ ഇക്കാര്യം മഞ്ജു വാര്യർ പരാമർശിക്കുന്നുണ്ട്. മീനുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ എന്നും സുരക്ഷയും സന്തുഷ്ടിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിന്റെ പിടിവലിയിൽ അവളെ ഖേദിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൾക്ക് എന്നും ഈ അമ്മ ഒരു വെളിപ്പാട് അകലെയുണ്ട്. അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകൾ എന്നുമുള്ളത്. മഞ്ജു വാര്യർ പറയുന്നത് ഇങ്ങനെയായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് വീണ്ടും തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. തന്റെ അമ്മ വലിയൊരു താരമായിരുന്നുവെന്ന് മീനാക്ഷിക്ക് കുട്ടിക്കാലത്ത് അറിവുണ്ടായിരുന്നില്ല. മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അമ്മയായിരുന്നു. അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരവുമായിരുന്നു. ലോകം മുഴുവൻ അച്ഛന് ആരാധകരായിരുന്നു. അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ. പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ. മഞ്ജു അല്ല മകളുടെ കൂടെ കൂട്ടാതിരുന്നത്. വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു. അതേക്കുറിച്ച് തനിക്ക് അറിയാമെന്നും ഭാഗ്യലക്ഷ്മി ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി. ഇതേ സമയം ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നടക്കുന്നുമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റമുക്തനായ ശേഷമാണ് ഈ സാഹചര്യം നിലനിൽക്കുന്നത്. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന ഒരു കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നു എന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുകയാണെന്ന് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മഞ്ജു എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവൈക്യം പങ്കുവച്ച കുറിപ്പുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം അവരുടെ ഒരു ഫോൺ കോളിന്റെ ഇങ്ങേ തലക്കിലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ പോന്നു, ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട് എന്റേതായ ചിലത് അവിടെ മറന്നുവെച്ചു. അയാളുടേതായ ഒന്നും എടുത്തിട്ടില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ തൽക്കാലമായെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരുവാൻ ഞാൻ എങ്ങനെ പറയും? പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിവേൽപ്പിക്കും. അതിനപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല. തന്റെ പക്ഷം ന്യായീകരിക്കുവാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം. അതിനായി എത്ര പണവും ചെലവഴിക്കാം. അവളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാം. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങുവാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കുവാനിടയുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കുവാനുമുള്ള സാഹചര്യം എന്റെ മകൾക്ക് ഉണ്ടാകരുത്. കുറച്ചു സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി ഉണ്ടാകാവുന്ന മാനസിക തകർച്ച ചെറുതായിരിക്കില്ല. എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ, നിലവിലെ സാഹചര്യങ്ങൾ അവളുടെ സങ്കടങ്ങൾ പെട്ടെന്ന് മാറും. അവൾ എല്ലാ കാലത്തും സന്തോഷമായിരിക്കുക എന്നതായിരുന്നു ആ സംഭാഷണം. 1998-ലാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായത്. വിവാഹശേഷം മഞ്ജു അഭിനയ രംഗം വിടുകയായിരുന്നു. ദിലീപ് താരമായി വളരുകയും ചെയ്തു. 2015-ലാണ് ഇരുവരും നിയമപരമായി വേർപിരിയുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമാകുകയായിരുന്നു. 2016-ൽ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വിവാഹശേഷം കാവ്യയും അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ്. അതേസമയം അഭിനേത്രി, നർത്തകി, ഗായിക, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം തന്നെ തന്റെ അസാധ്യ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ് താരം. മലയാളികളുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തന്നെ. എന്നാൽ മഞ്ജു വാര്യർ വളരെ മനോഹരമായി പെയിന്റിംഗ് ചെയ്യുന്നു എന്നൊരു ചിത്രകാരി കൂടിയാണ് എന്ന കാര്യം അധികം ആർക്കും അറിയില്ലാത്ത ഒന്ന് തന്നെയാണ്. മുൻപ് ഒരു വായനാ ദിനത്തോടനുബന്ധിച്ച് മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പെയിന്റിംഗ് ആണ് അവരിലെ ചിത്രകാരിയെ ആദ്യമായി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. അന്ന് ആ ചിത്രം കണ്ട് അത്ഭുതപ്പെട്ട നടി റിമ കല്ലിങ്കൽ, നിങ്ങൾ ചെയ്യാനറിയാത്ത എന്തെങ്കിലും ഉണ്ടോ അത്ഭുതമാം വിധം കഴിവുള്ള ലേഡി എന്നായിരുന്നു പ്രശംസിച്ചത്. എന്നാൽ ചക്ക വീണ് മുയൽ ചത്തതാണ് എന്നാണ് കുസൃതിയോടെ മഞ്ജു അതിന് റിമയ്ക്ക് മറുപടി നൽകിയിരുന്നത്.